ഹലോ ഗൈസ്, സൂസ മല്ലു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൂട്ടുകാരൻ കൊണ്ടുവന്ന നല്ല നാടൻ ബീഫ് നമ്മുടെ ദുബായിൽ വെച്ച് കറി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കിലോ ബീഫാണ് കേട്ടോ. 1 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചോരയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയുള്ളി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുമന്നുള്ളി ഒരു 150 ഗ്രാം, അതുകൂടാതെ ഒരു അരമുറി തേങ്ങ കൊത്തി എടുത്തിട്ടുണ്ട്. ബീഫ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ബീഫ് കുക്കറിനകത്തോട്ട് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു കുറച്ച് ചുമന്നുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചി, നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഐറ്റംസ് തന്നാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഗരം മസാല നമ്മൾ പിന്നീടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. കാരണം മീറ്റ് മസാല ഓൾറെഡി നമ്മൾ എല്ലാ ഐറ്റംസും ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമുക്ക് ഇതിനകത്തുനിന്ന് എല്ലാം കുറച്ച് വീതം നമുക്ക് ഇറച്ചി വേവിക്കാനുള്ളതാണ്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വീതം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, കാരണം ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങാനുണ്ട്. നമുക്കിതൊന്ന് ഒരു 4-5 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഒരു 7 വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അത് ഓപ്പൺ ചെയ്യേണ്ട, അങ്ങനെ തന്നെ കുറച്ച് നേരം ഇരിക്കട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് ബാക്കിയുള്ള മസാല നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാണ് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് ഞാനൊരു ചെറിയ 3 ഏലക്കയും ചെറിയ കഷ്ണം പട്ടയുടെ കഷ്ണം ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. തേങ്ങക്കൊത്ത് ഏകദേശമൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യാം. വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്,
ചിലവർ തേങ്ങാക്കൊത്ത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നവരുണ്ട്. ഞാനിത് നേരത്തെ ആഡ് ചെയ്ത് പോവുകയാണ് കേട്ടോ, കാരണം മസാലയൊക്കെ ശരിക്കും പിടിച്ചു കൊടുക്കും. നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ള സവോളയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു തുണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നു. ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മല്ലിപ്പൊടി, ബാക്കിയുള്ള മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നു. മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യണം കേട്ടോ. അല്പം വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇച്ചിരി ചാറിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ അല്പം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂൺ. ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് സെർവ് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ കപ്പയുടെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം. നല്ല നാടൻ കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുള്ളവർക്ക് മേളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് നിർബന്ധം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.